ആയിരുന്നു നീ അല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിസ്മയെ ചോദിച്ചു. അവൾ കരച്ചിലിനിടയിൽ ഒരു പുഞ്ചിരി അവൾക്ക് സമ്മാനിക്കാൻ നോക്കി. പക്ഷേ അത് വിഫലമായിപ്പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും അപ്പോൾ നീർമണികൾ പൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. എത്രയെന്ന് വിചാരിച്ചാലും കരഞ്ഞു പോവാണ് ചേച്ചി. അവരെ ഒരുമിച്ച് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അസൂയയോ കുശുമ്പോ അല്ല. അതെങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവും. സ്വന്തമെന്ന് കരുതിയ ഒരാൾ മറ്റൊരാളുടെ ആവുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദനയുടെ ആഴം. ഞാൻ പറഞ്ഞതല്ലേ, ഇനിയെങ്കിലും നീ നിന്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കണം. വിഷ്ണു നിന്റെ അല്ലായിരുന്നുവെന്ന്, നിനക്ക് ആ ഒരാളിൽ ഒരവകാശവും ഇല്ലെന്ന്. നിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ്റെ ഒപ്പം നിൽക്കുന്നത് അവൻ മോതിരയിട്ട പെണ്ണാണ്. അവൻ്റെ അരികിൽ നിൽക്കുവാനും അവനോട് കൂടുതൽ അടുപ്പം കാണിക്കുവാനും അവകാശമുള്ള ഒരുവൾ. അതൊക്കെ എനിക്കറിയാം ചേച്ചി. അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അറിയാതെ എപ്പോഴൊക്കെ ഒരു വേദന എൻ്റെ മനസ്സിനെ മൂടുന്നുണ്ട്. അത് നീയായിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം ഭാമ. മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് വട്ടം നീ അവരെ കാണേണ്ടി വരും. അപ്പോഴൊക്കെ ഇങ്ങനെ ഓടി ഒളിക്കാൻ പറ്റില്ല. ഇനി എന്നും കാണേണ്ടവരാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നീ തന്നെയാണ്. ഞാൻ എത്രയൊക്കെ നിനക്ക് ആ കാര്യം പറഞ്ഞു തന്നാലും നീ സ്വന്തമായി അത് മനസ്സിലാക്കുന്ന പോലെ ആവില്ലല്ലോ. കണ്ണ് തുടച്ചിട്ട് നീ വാ. അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. വിസ്മയെ പറഞ്ഞപ്പോൾ അനുസരണയോടെ അവൾ മുഖമൊന്നു കഴുകിയതിനു ശേഷം നേരെ ഹാളിലേക്ക് ചെന്നു. വിസ്മയുടെ അരികിലാണ് അവൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത്. അപ്പോൾ കണ്ടു വിഷ്ണുവിൻ്റെ അരികിലായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വർഷയെ. അധികാരത്തോടെ അവൻ്റെ ഇഴയിൽ നിന്നും ഉപ്പേരിയോ ശർക്കര പുരട്ടിയോ ഒക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ടവൾ. ആ ഭാഗത്തേക്ക് പിന്നെ നോക്കാൻ പോയില്ല. പിന്നീട് വിദ്യ പോകാനുള്ള തയ്യാറെടുപ്പാണ്. പോകാനായി ഇറങ്ങിയപ്പോൾ അമ്മയും വിന്ധ്യയും വിഷ്ണുവിനെയും ഒക്കെ കെട്ടിപ്പിടിച്ചവൾ കരയുന്നുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഒരു മോളെപ്പോലെ നോക്കിയ കുഞ്ഞാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവർക്കും കളിക്കാൻ കൂട്ടിന് ആളുണ്ടായിരുന്നു. ബിന്ദു ചേച്ചി ആയതുകൊണ്ട് തന്നെ തന്നോടൊപ്പം കളിക്കാൻ ആരുമില്ലായിരുന്നു. തന്നേക്കാൾ ഒരുപാട് മുതിർന്നതായിരുന്നു ചേച്ചി. അടുത്തുള്ള വീട്ടിലെ ആൺകുട്ടികളുമായി ആയിരുന്നു തനിക്ക് കൂട്ട്. ഉള്ളിൽ എപ്പോഴോ കയറിയൊരു മോഹമാണ് ഒരു അനിയത്തി വേണമെന്ന്. അമ്മ ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷം മുതൽ മനസ്സിൽ ആഗ്രഹിച്ചതാണ് അനിയത്തി ആവണമെന്ന്. അതിനുവേണ്ടി എത്രയെത്ര വഴിപാടുകൾ, ഉറക്കമിളച്ച എത്ര രാത്രികളിലെ പ്രാർത്ഥനകൾ. ആൺകുട്ടി ആവരുതെന്ന്, പെൺകുട്ടി ആവണമെന്നും. അങ്ങനെ അത്രമേൽ ആഗ്രഹിച്ച് കിട്ടിയതാണ് വിദ്യയെ. തൻ്റെ കയ്യിൽ കിട്ടിയ അന്ന് മുതൽ സ്വന്തം മോളെ പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അനുജത്തി ആയിരുന്നില്ല അവൾ, മകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് ഈ വീടിൻ്റെ പടിയിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വേദന തന്നെയാണ്. വിഷ്ണുവിൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. പോകുന്നതിന് മുൻപ് ഭാമയെ കെട്ടിപ്പിടിച്ച് കുറേ സമയം വിദ്യ കരഞ്ഞു. ആ കാഴ്ച വർഷയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഭാമയുടെ അരികിൽ നിന്നും വിദ്യ മാറുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുകയാണ്. ആ കാഴ്ച കണ്ടു നിന്നവർക്കും വേദന ഉണർത്തി. രണ്ടുപേരും കവിളുകളിൽ തലോടിയും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു ആശ്വസിപ്പിക്കുന്നു. എന്നാൽ രണ്ടുപേരും കരഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അവസാനം വിദ്യ കാറിൽ കയറിയപ്പോൾ എല്ലാവരും കരഞ്ഞു പോയിരുന്നു. തിരികെ പോകും മുൻപ് വിജയൻ വിന്ദുജിയോടും സൗദാമിനിയോടും യാത്ര പറഞ്ഞു. സൗദാമിനിയുടെ മുഖത്തൊരു താല്പര്യക്കുറവ് വിജയൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അത് സജിതയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തിരികെ പോകുന്ന യാത്രയിൽ സജിത വിജയനോടായി പറഞ്ഞു, ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. നല്ല ബന്ധുബലമുള്ളവരാണ് അവര്. എന്തൊക്കെയായാലും വർഷയുടെ ഭാഗ്യമാണ് ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞ. പക്ഷേ സൗദാമിനി ചേച്ചിക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ എനിക്ക് തോന്നി. ആ മുഖത്തൊരു താല്പര്യക്കുറവ് പോലെ. അത് ഞാനും ശ്രദ്ധിച്ചു. വിജയൻ പറഞ്ഞപ്പോൾ സജിത അത് ഏറ്റുപിടിച്ചു. നമ്മുടെ സജീവന്റെ പെങ്ങളല്ലേ സിന്ധു? അവൾ ഇവരുടെ ബന്ധുവാണ്. വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണെന്നാ പറഞ്ഞത്. അത്ര അടുത്ത ബന്ധുവാണോ? വിജയൻ ചോദിച്ചു. ആണെന്ന് അവള് വല്ലതും കൊളുത്തി കൊടുത്തിട്ടുണ്ടോ എന്ന് എൻ്റെ സംശയം. സജിത പറഞ്ഞു. സംശയമൊന്നും വേണ്ട, അവർ കൊളുത്തി കൊടുത്തിട്ടുണ്ട്. എന്നെപ്പറ്റി എന്തൊക്കെയോ അനാവശ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ എന്നോട് ചോദിച്ചിരുന്നു. വർഷ പറഞ്ഞപ്പോൾ അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് വിജയനും സജിതയും നോക്കി. എന്താ വിഷ്ണു നിന്നോട് ചോദിച്ചത്? സജിത ഉദ്വേഗത്തോടെ ചോദിച്ചു. മഹേഷ സാറിൻ്റെ കാര്യമൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞതും വിജയന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. കള്ളമൊന്നും അല്ലല്ലോ, അവരെന്തിനാ കുറ്റം പറയുന്നത്? ഉള്ള കാര്യമല്ലേ. അന്നേ ഞാൻ പറഞ്ഞതാ ഒരു കല്യാണാലോചന വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമെന്ന്. അപ്പം അമ്മയ്ക്കും മോൾക്കും എന്തായിരുന്നു അഹങ്കാരം? ഞാനാ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെട്ട് നിൽക്കുന്നത്. അത് പിന്നെ ചേട്ടാ, അവൾക്ക് അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയൊരു തെറ്റല്ലേ. പിന്നെ അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തപ്പോൾ മുതിർന്ന ഒരുത്തനെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നതല്ലേ അറിവില്ലാത്ത പ്രായത്തിൽ പറ്റുന്ന തെറ്റ്.
അത് നാട്ടുകാർ കൂടി പിടിക്കുന്നത് അത്ര വലിയ മഹിമയായിട്ട് അമ്മയും മകളും കരുതണ്ട. അതൊക്കെ ഇപ്പോൾ എത്ര വർഷങ്ങളായി കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അതിനെപ്പറ്റി പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാതെ. പിന്നെ അവളങ്ങനെ പോയിട്ടില്ലല്ലോ. അന്ന് നമ്മളോട് രണ്ടുപേരോടും അവൾ സത്യം ചെയ്തതല്ലേ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അവളെപ്പറ്റി പിന്നെ അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല. പിന്നെന്തിനാ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നത്? അവൾക്ക് ആ പ്രായത്തിൽ ഒരു മോഹം തോന്നി അയാളോട്. പക്വതയുള്ള അയാൾ അവളെ പറഞ്ഞു നിർത്തേണ്ടതല്ലേ? അയാളായിരുന്നില്ലേ അത് തടയേണ്ടത്? അല്ലാതെ ഉടനെ വീട്ടിലേക്ക് കയറി വരികയാണോ ചെയ്യേണ്ടത്? നീ ഒറ്റയൊരുത്തിയാണ് ഇവളുടെ സകല തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്നത്. ഇങ്ങനെയാണോടി പെൺമക്കളെ വളർത്തേണ്ടത്? വിജയൻ ദേഷ്യത്തോടെ ഭാര്യയെ നോക്കി ചോദിച്ചു. എന്നിട്ട് വിഷ്ണു എന്തു പറഞ്ഞു? വിജയൻ അതായിരുന്നു ആകാംക്ഷ. ഞാൻ എല്ലാ കാര്യങ്ങളും വിഷ്ണു ചേട്ടനോട് തുറന്നു പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ, എന്തിനാ ഒരു മറ? ഞാൻ കാര്യം പറഞ്ഞപ്പോൾ വിഷ്ണുവേട്ടനത് മനസ്സിലായി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണെന്ന് മാത്രമേ വിഷ്ണു ചേട്ടൻ നോക്കുന്നുള്ളൂ എന്നാ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഒരു പിണക്കം പോലെ, വർഷ പറഞ്ഞു. എങ്കിലും അതൊരു കല്ലുകടി ആയല്ലോ. നീ അവിടെ താമസിക്കേണ്ടതല്ലേ? അപ്പോൾ ഒരു കല്ലുകടിയായി തന്നെ കിടക്കുമത്. പിന്നെ അവൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് വലിയ കാര്യം. വിജയൻ പറഞ്ഞപ്പോൾ വർഷ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി. അവളുടെ മനസ്സിൽ അപ്പോഴും ഭാമയുടെ മുഖമായിരുന്നു. അവൾ ആ വീട്ടിൽ കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യവും. അത് വല്ലാത്തൊരു പിണക്കം തന്നെ വർഷയിൽ നിറച്ചിരുന്നു. അന്ന് രാത്രി ഒരുപാട് വൈകിയാണ് വിഷ്ണു വിളിച്ചത്. ആകെ തിരക്കായിപ്പോയി. പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരും വന്നു. വിളിക്കാൻ പറ്റുമെന്ന് കരുതിയതല്ല, താൻ കാത്തിരിക്കുമെന്ന് കരുതി വിളിച്ചതാണ്, അവൻ പറഞ്ഞു ചിരിയോടെ. വിഷ്ണുവേട്ടൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളില്ലേ അപ്പുറത്തെ വീട്ടിലെ പെണ്ണ്? ആ പെണ്ണിന് നമ്മുടെ വീട്ടിൽ വലിയ അധികാരമാണല്ലേ? ആദ്യം തന്നെ വർഷ ചോദിച്ചത് അതാണ്. പിന്നെ നമ്മളൊരു വീട് പോലെയല്ലേ കഴിയുന്നത്? അവൾ മിക്കപ്പോഴും അവിടെ തന്നെയാ. വിദ്യയും അവളും നേഴ്സറി മുതലേ കൂട്ടുകാരാ. ശരിക്കും വിദ്യയേക്കാൾ 2 വയസ്സ് കുറവാ. ഇവളെ നേഴ്സറി വിടുമ്പോൾ വിദ്യയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുഴുവൻ വിദ്യയ്ക്കൊപ്പമായിരുന്നു. കോളേജിലും അങ്ങനെ തന്നെ. രണ്ടുപേരും അങ്ങനെ കഴിഞ്ഞവരാ. വിഷമം ഉണ്ടാവാതിരിക്കില്ലല്ലോ. അവൾ വിഷ്ണു ചേട്ടനോട് എങ്ങനെയാ? വർഷ ചോദിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അതെന്താ താൻ അങ്ങനെ ചോദിച്ചത്? പറ എങ്ങനെയാണെന്ന്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അനൂപിനെ എങ്ങനെ കാണുന്നത് അങ്ങനെ തന്നെ. എന്നോടധികം സംസാരിക്കത്തു പോലുമില്ല. സംസാരിക്കാറില്ലെങ്കിലും നന്നായി നോക്കാറുണ്ട് അല്ലേ? വർഷ പറഞ്ഞു. താൻ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ വിഷ്ണുവേട്ടാ, അവൾ ഇന്ന് വിഷ്ണുവേട്ടനെ എന്തൊരു വായ്നോട്ടമായിരുന്നു. എനിക്ക് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് പാടില്ലായിരുന്നു. ഞാൻ കൂടെ ഉണ്ടായിട്ട് തന്നെ വിഷ്ണുവേട്ടൻ്റെ ചോര ഊറ്റിയവൾ. അപ്പം ഞാനില്ലാത്തപ്പോൾ എന്തായിരിക്കും അവളുടെ അവസ്ഥയെന്ന് ഞാൻ ചിന്തിച്ചത്. വിഷ്ണുവേട്ടനോട് അവൾക്ക് എന്തോ താല്പര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി വലിയ മിണ്ടലും പറയലും ഒന്നും വേണ്ട. എനിക്കിഷ്ടമല്ല. വെറുതെ ഇരിക്കുന്നുണ്ടോ വർഷ? ഓരോ അനാവശ്യം വെറുതെ പറയരുത് കേട്ടോ. വിഷ്ണുവിൻ്റെ സ്വരം അല്പം ഉയർന്നു. ഇത്രയും നാൾ ഇതാദ്യമായാണ് അവൻ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കുന്നതെന്ന് വർഷയ്ക്ക് തോന്നിയിരുന്നു. ഒരു വേള പറഞ്ഞത് അബദ്ധമായോ എന്ന് പോലും ഓർത്തു. ഭാമ എനിക്കെൻ്റെ സ്വന്തം സഹോദരിയെ പോലെയാണ്. അവൾക്കും അങ്ങനെ തന്നെയാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. അവൾ എന്നെ ഒന്ന് നോക്കിയാൽ അതിന് നീ പറയുന്ന അർത്ഥമല്ല. എൻ്റെ കാര്യത്തിൽ വർഷ കുറച്ച് പൊസസീവ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ഭാമയെപ്പറ്റി അനാവശ്യം പറയുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ വിദ്യയെപ്പറ്റി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുക. എനിക്ക് അവളെക്കുറിച്ച് മോശമായി ഒന്നും പറയുന്നത് ഇഷ്ടമല്ല. വർഷ വിചാരിക്കും പോലെ അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. വിഷ്ണു അത് പറഞ്ഞത് ഒട്ടും തന്നെ വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ പക്ഷം പിടിച്ചു പറയേണ്ട ആവശ്യം എന്താണ് വിഷ്ണുവിന്? ഭാമ അങ്ങനെ ഒരു പെൺകുട്ടി അല്ലാത്രേ. അവളുടെ സ്വഭാവത്തെപ്പറ്റിയൊക്കെ കൃത്യമായി അവനെങ്ങനെ അറിയാമെന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത്. ഇനി രണ്ടുപേരും കൂടി പുറത്താരും അറിയാത്ത തരത്തിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത അതാണ്. ഇല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കേണ്ട കാര്യമുണ്ടോ? അവളെ പറഞ്ഞപ്പോൾ ഇത്രയും ശബ്ദമുയർത്തുകയും ഇത്രയും കൊള്ളുകയും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. വർഷ, ഞാൻ കുറച്ച് തിരക്കില്ല. താൻ നോക്കിയിരിക്കും എന്ന് കരുതിയാണ് വിളിച്ചത്. നാളെ സംസാരിക്കാം. അതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു. അവളെ പറഞ്ഞത് ഒട്ടും തന്നെ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. താൻ എടുത്ത് കൊണ്ട് നടന്ന കുട്ടിയാണ്. അവൾ തന്നെ ഒന്ന് നോക്കിയാൽ അതിനെന്തിനാണ് മറ്റൊരർത്ഥം കാണുന്നത്? ആദ്യമായി വർഷയോടൊരു അനിഷ്ടം തോന്നി വിഷ്ണുവിന്. പിറ്റേ ദിവസം ജോബി വീണ്ടും വിളിച്ചു. റിസോർട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതുമായി മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിലായി വിഷ്ണു. പണം എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനിയും വീട് കടപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. കടപ്പെടുത്തിയാൽ അത് തിരികെ എടുക്കാൻ പറ്റുമോ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗൾഫിൽ നിന്നും ഏകദേശം 10 ലക്ഷം രൂപ കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ കിട്ടുമെന്ന് ജോബി പറഞ്ഞു. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത്രയെങ്കിലും തരാതെ കമ്പനി തന്നെ വിടില്ല. എങ്കിലും വേണം 15 ലക്ഷം രൂപ വേറെ. അമ്മ പറയുന്നത് സ്വർണമെല്ലാം കൂടി പണയം വെച്ചാൽ ഒരു 10 ലക്ഷം രൂപയോളം കിട്ടുമെന്നാണ്.
എന്നാലും തികയില്ലല്ലോ. അവസാനം അവൻ അനൂപിനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. എടാ, നീ ഇപ്പോൾ 25 ലക്ഷം രൂപയ്ക്കല്ലേ വീട് കൊടുത്തിരിക്കുന്നത്? അതൊന്നുകൂടി ഒന്ന് പുതുക്കിയ കുറച്ച് രൂപയും കൂടി കിട്ടത്തില്ലേ? അത് കിട്ടുമായിരിക്കും. അത് നിനക്ക് വീട്ടാൻ സാധിക്കുന്നതേ ഉള്ളൂ. കുറച്ച് പൈസ പുതുക്കിയെടുക്കാം. ഒരടവ് പോലും മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. പിന്നൊരു 10 ലക്ഷം രൂപ, അത് ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും നിനക്ക് വാങ്ങിത്തരാം. നീ ഒരു 2 വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുത്താൽ മതി. 10 ലക്ഷം രൂപ നിന്റെ അച്ഛൻ്റെ കയ്യിൽ എവിടുന്ന? അത് ഭാമയ്ക്ക് വേണ്ടി അച്ഛൻ മാറ്റി വെച്ചിരിക്കുന്ന പൈസയാണ്, അവളുടെ കല്യാണത്തിന് വേണ്ടി. എടാ, അത് മോശമല്ലേ? അവളുടെ കല്യാണത്തിന് വേണ്ടി വച്ചിരിക്കുന്ന പൈസ ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ? ഒരു തട്ടുകേടും സംഭവിക്കില്ല. നീ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നിൽക്കരുത്. അച്ഛനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ പൈസ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ബാങ്കിലേക്ക് വന്നാൽ മതി. നിന്റെ കാര്യം നടക്കട്ടെ. എടാ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട. ഇത് ശരിയാവുമെന്ന് എനിക്ക് ഉറപ്പാ. നീ അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇവിടെ എന്തെങ്കിലും നോക്കുന്നതാടാ. ഇനി എത്ര കാലം നീ അവിടെ പോയി കിടക്കുന്നത്? എനിക്കൊന്ന് ഓടി വരാനും ഒന്ന് കമ്പനി കൂടാനും നീ ഇവിടെ ഉള്ളത് തന്നെയാണ് നല്ലത്. അവൻ്റെ കവിളിൽ തട്ടി അനൂപ് പറഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. വൈകിട്ട് വിളിച്ചപ്പോൾ വർഷയോട് ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ വിഷ്ണു പറഞ്ഞു. അതോടെ ഭാമയ്ക്ക് കൂടുതൽ അധികാരം ആ വീട്ടിലുണ്ടാകുമെന്നാണ് വർഷ ചിന്തിച്ചത്. വിഷ്ണുവേട്ടന് വേണ്ടി 10 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ ഭാമ തയ്യാറായി അല്ലേ? ഒന്ന് കൊള്ളിച്ചെന്നതുപോലെ വർഷ ചോദിച്ചു. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഏകദേശം വ്യക്തമായി തന്നെ വിഷ്ണുവിന് മനസ്സിലായിരുന്നു. അതെങ്ങനെയാ ഭാമ തയ്യാറാവുന്നത്? പണം തരുന്നത് അവളുടെ അച്ഛനല്ലേ? അവളത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, വിഷ്ണു പറഞ്ഞു. അതിന് വർഷ ഒന്നും മറുപടി പറഞ്ഞില്ല. വർഷ, തൻ്റെ മനസ്സിൽ എന്തെങ്കിലും കരട് കിടപ്പുണ്ടെങ്കിൽ അതിവിടെ ഉപേക്ഷിച്ചിട്ട് വേണം ഈ വീട്ടിലേക്ക് വരാൻ. ഭാമ വളരെ നല്ല കുട്ടിയാണ്. അവളെക്കുറിച്ച് അനാവശ്യമായി ഒന്നും ചിന്തിക്കരുത്. എന്നും കാണേണ്ടവരാണ്. ഒരു താക്കീത് പോലെ വിഷ്ണു പറഞ്ഞപ്പോൾ അതൊട്ടും തന്നെ വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭാമയുടെ പക്ഷം ചേർന്നവൻ സംസാരിക്കുന്നത് ഒട്ടും അവൾക്ക് ഇഷ്ടമായില്ല. അതോടൊപ്പം പുട്ടിന് പീര പോലെ ഭാമ നല്ല കുട്ടിയാണെന്ന് ഇടയ്ക്കിടെ പറയുന്നത് കേൾക്കുന്നത് തന്നെ വർഷയ്ക്ക് ദേഷ്യമാണ്. കാരണം വർഷയ്ക്ക് തന്നെ അറിയാം അവളൊരു നല്ല പെൺകുട്ടി അല്ലെന്ന്. അതുകൊണ്ട് മറ്റൊരു നല്ല പെൺകുട്ടിയെ കാണുമ്പോൾ അവൾക്ക് സ്വാഭാവികമായും കുശുമ്പുണ്ടാവുന്നത് പതിവാണ്. പിന്നീട് ഭാമയുടെ കാര്യം വർഷ അവനോട് സംസാരിച്ചില്ല. കല്യാണം നടക്കാൻ ഇനി 15 ദിവസമേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങളും എല്ലാമായി ഓടി നടക്കുകയാണ് വിഷ്ണു. റിസോർട്ടിൻ്റെ രജിസ്ട്രേഷനും മറ്റും കഴിഞ്ഞതിന് ശേഷമാണ് അവൾ തഞ്ചത്തിൽ വിഷ്ണുവിനോട് കാര്യം അവതരിപ്പിച്ചത്. വിഷ്ണു ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. അവൻ പറഞ്ഞു. വിഷ്ണുവേട്ടൻ്റെ കയ്യിൽ കുറച്ച് കാശ് ബാക്കിയാണില്ലേ? സേവിങ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കിവിടുന്ന് 10 പവൻ അച്ഛൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇമിറ്റേഷൻ ഗോൾഡ് ഇടാൻ പറഞ്ഞു. ഒരു കല്യാണമല്ലേ ഉള്ളൂ ഏട്ടാ. എനിക്ക് സ്വർണം വേണം എന്ന ആഗ്രഹം. അതുകൊണ്ട് തന്നെ പന്തളി കയറുമ്പോൾ ഒരു 15 പവൻ സ്വർണമെങ്കിലും ശരീരത്തിലുണ്ടാവണം. അതെൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അവൾ ചോദിച്ചപ്പോൾ വിഷ്ണു മറുപടി ഒന്നും പറഞ്ഞില്ല. വർഷ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ട് പറ. ഒരു 15 പവൻ്റെ ആഭരണമെങ്കിലും നമുക്ക് തരണമെന്ന് അച്ഛനോട് വിഷ്ണുവേട്ടൻ പറയണം. വിഷ്ണുവേട്ടൻ എന്തിനാ അന്ന് വന്നപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്? ഇനിയിപ്പോൾ എല്ലാം പതുക്കെയാവില്ലേ? നേരത്തെ പറഞ്ഞ കുറച്ച് സ്ഥലമെങ്കിലും എൻ്റെ പേരിൽ എഴുതി തരില്ലേ? അത് വിറ്റിട്ടാണെങ്കിലും നമുക്ക് സ്വർണം വാങ്ങാമല്ലോ. വർഷ പറഞ്ഞപ്പോൾ വിഷ്ണുവിന് വല്ലായ്മ തോന്നി. സ്വന്തം വീട്ടുകാരെക്കുറിച്ചാണ് അവൾ പറയുന്നത്. അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാതെ എന്താണ് അവൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചിന്തിച്ചു. പ്രായത്തിൻ്റെ പക്വതക്കുറവാവാമെന്നാണ് അവൻ ചിന്തിച്ചത്. താൻ എന്താ ഈ പറയുന്നത്? തൻ്റെ അച്ഛൻ ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്ക് 5 പവനെന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എങ്ങനെ ഈ അവസാന നിമിഷം ഉണ്ടാക്കും? ഇനി പറഞ്ഞ വാക്ക് മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല. മാത്രമല്ല വർഷ സ്ഥലത്തിൽ കണ്ണുവെക്കുന്നത് എന്തിനാ? നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഇവിടെയുണ്ട്. അത് തൻ്റെ അനിയന് വേണ്ടി ഉള്ളതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടിൻ്റെ ഫലം. അവരെ കടങ്ങളൊന്നുമില്ലാതെ ഇനിയുള്ള കാലം ജീവിക്കട്ടെ. തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാമല്ലോ. ഇപ്പോൾ 15 പവൻ സ്വർണ്ണമിട്ട് തനിക്ക് പന്തലിൽ കയറണം. എൻ്റെ കയ്യിൽ ഒരു 5 പവനോളം സ്വർണ്ണം ഇരിപ്പുണ്ട്. അവൻ പറഞ്ഞതും അവളുടെ കണ്ണും ഇഴിഞ്ഞു പോയിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.